ഹനുമാൻ കൈൻഡ്. നിങ്ങൾ ഈ വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇയാളുടെ റാപ്പ് സോങ് യൂട്യൂബിൽ വൻ വൈറലായി. വൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 മില്യൺ ലൈക്സ് ഉണ്ട്. ടോട്ടൽ 30 മില്യൺ വ്യൂസ് ഉണ്ട്. ഇന്ത്യയിലും കൂടുതൽ ഈ സോങ്ങിന് ഹൈപ്പ് കിട്ടിയത് പുറത്തുനിന്നാണ്. എന്നുവെച്ചാൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, അത് എല്ലായിടത്തും ഗ്ലോബലി, ലോകം മുഴുവൻ ആളൊരു സെൻസേഷനായി മാറി. മല്ലു ഗായ് ഫ്രം ഹൂസ്റ്റൺ, ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ എന്നാണ് പല വിദേശ യൂട്യൂബർമാരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഐഷോ സ്പീഡ് ഹനുമാൻ കൈൻഡിനെ ഇന്ത്യൻ ജേസി എന്നാണ് വിശേഷിപ്പിച്ചത്. ആരാണ് ഹനുമാൻ കൈൻഡ്? ആളുടെ റാപ്പ് സോങ് ബിഗ് ഡോഗ് ഇത്രയും വൈറലാവാനുള്ള റീസൺ എന്തായിരിക്കും? ലെറ്റ്സ് സീ. ഹായ്, ഐ ആം ബിപിൻ ആൻഡ് ഇറ്റ് മേക്സ് സെൻസ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ. ഹനുമാൻ കൈൻഡ് AKA സൂരജ്. സൂരജ് ചെറുക്കാട്ട് എന്നാണ് ആളുടെ ശരിക്കുള്ള പേര്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് ആൾ ജനിച്ചത്. 4ാം ക്ലാസ് മുതൽ കോളേജ് ഫസ്റ്റ് ഇയർ വരെ US ഹൂസ്റ്റണിലായിരുന്നു. സോ ഹിസ് അമേരിക്കൻ ആക്സെൻറ്റ് ഈസ് ടോപ്പ് നോച്ച്. അമേരിക്കൻ ആക്സെൻറ്റിൽ നല്ല സൂപ്പറായി ഇംഗ്ലീഷ് പറയും. അതാണ് ഒരു റീസൺ ആളുടെ റാപ്പ് സോങ് ഇത്രയും വെസ്റ്റേൺ ഓഡിയൻസ് ആയിട്ട് കണക്റ്റ് ആയത്. ആളുടെ അച്ഛൻ ഓയിൽ ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നൈജീരിയ, സൗദി, ഈജിപ്ത്, ഖത്തർ, ഇറ്റലി, USA അങ്ങനെ പല രാജ്യങ്ങളിൽ ആൾ പോയിട്ടുണ്ട്. 2012 ഇന്ത്യയിലോട്ട് പഠിക്കാൻ വരുന്നത്. അത് കോയമ്പത്തൂരുള്ള PST കോളേജിലാണ്. പഠനശേഷം ബാംഗ്ലൂരിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂർ വെച്ച് സമയം കിട്ടുമ്പോഴൊക്കെ സൂരജ് റാപ്പ് ചെയ്യുമായിരുന്നു, ഫ്രീ സ്റ്റൈൽ റാപ്പ്. അതിനൊരു പേരിട്ടു, ബാഡ് ഇൻഫ്ലുവൻസ്. 2018 ഇപ്പോൾ സെൻസേഷണലായ ഹനുമാൻ കൈൻഡ് എന്ന പേരിട്ടത്. അതൊരു മികച്ച തീരുമാനമായിരുന്നു. നിങ്ങളിപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊരു നല്ല തീരുമാനമായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. 2019 ഹനുമാൻ കൈൻഡിൻ്റെ ഡെബ്യൂ സിംഗിൾ ഡെയിലി ഡോസ് റിലീസാവുന്നത് ഫ്രം ഹിസ് എക്സ്റ്റെൻഡഡ് പ്ലേ കളരി. സൂരജ് അമേരിക്കയിൽ ജനിച്ചു വളർന്നാലും മലയാളം നന്നായി സംസാരിക്കും. എവിടെയാണെങ്കിലും നമ്മൾ നാട്ടിലേക്ക് അറ്റ്ലീസ്റ്റ് 1 മാസം അല്ലെങ്കിൽ 2 മാസം ഒന്നും നാട്ടിലേക്ക് വരും. നിങ്ങളിപ്പോൾ കേട്ടത് സൂരജ് സംസാരിച്ച മലയാളമാണ്. ആൾ നല്ല സ്ഫുടതയോടുകൂടി മലയാളം സംസാരിക്കുന്നുണ്ട്. അത് നമ്മളെന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ മതിയോ. ഇനി നമുക്ക് ഈ വീഡിയോ ഇത്രയും വൈറലാവാനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് തോന്നിയ ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അമേരിക്കൻ ആക്സെൻ്റാണ്. ഹിസ് അമേരിക്കൻ ആക്സെൻറ്റ് ഈസ് ഓസം. ഒരു ടിപ്പിക്കൽ സൗത്ത് അമേരിക്കൻ ആക്സെൻ്റ് ഉണ്ട്. പിന്നെ ഈ റാപ്പ് സോങ്ങിലുടനീളം അമേരിക്കൻ കൾച്ചറൽ റെഫറൻസസ് ഉണ്ട്. മദ്യം താഴോട്ട് ഒഴിക്കുന്ന സീനുണ്ട്. അതൊരു അമേരിക്കൻ കൾച്ചറൽ റെഫറൻസ് ആണ്. അതിന് ലൈബേഷൻ എന്നാണ് പറയുക. അത് ക്യൂബ, അമേരിക്ക, പിന്നെ ജൂതന്മാരുടെ ഇടയിൽ, അങ്ങനെ കുറേ ആൾക്കാരുടെ ഇടയിൽ ആ ഒരു ആചാരമുണ്ട്. കുറച്ച് ഇന്ത്യയിലും ഉണ്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ മരിച്ച ആത്മാക്കൾ അല്ലെങ്കിൽ മരിച്ച ആൾക്കാർക്ക് വേണ്ടി മദ്യം താഴോട്ട് ഒഴിക്കുക, അവരുടെ മെമ്മറിയിൽ, അവരെ ഓർമ്മയ്ക്കായി. അതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ സൈൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സീൻ നോക്കിയേ, അതെനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യൻ കൾച്ചറൽ റെഫറൻസ് ആണ്. അത് സൂരജ് എന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നതൊന്ന് കേട്ടോക്ക്. Because though I'm Malayali, my roots are very dear to me. No, dude, no matter where I was around the world, എവിടെയാണെങ്കിലും നമ്മൾ നാട്ടിലേക്ക് അറ്റ്ലീസ്റ്റ് 1 മാസം അല്ലെങ്കിൽ 2 മാസം ഒന്നും നാട്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂട്ട്സ് എപ്പോഴും ഇവിടെ ഉണ്ടാവും, റൈറ്റ്? സോ ഹി ഈസ് റിയലി കണക്റ്റഡ് ടു ഹിസ് ഇന്ത്യൻ റൂട്ട്സ്. വീഡിയോ അമേരിക്കൻ ആൻഡ് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. വിഷ്വൽസ് ഒക്കെ ഇന്ത്യൻ ആണ്. നമ്മളൊക്കെ ഉത്സവങ്ങളിൽ കാണാറുള്ള മരണക്കിണറില്ലേ, അതാണ് വീഡിയോയിൽ മുഴുനീളം കാണിക്കുന്നത്. 4 മരണക്കിണർ പ്രൊഫഷണൽസിനെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിലൊരെണ്ണം പെണ്ണാണ്. അവരുടെ പേര് കാശിഷ് ഷെയ്ഖ് എന്നാണ്. സോ വിഷ്വൽസ് എല്ലാം ഇന്ത്യനായി. ഈ റാപ്പ് സോങ്ങിൻ്റെ ലിറിക്സിൽ നല്ലൊരു ഭാഗം അമേരിക്കൻ റെഫറൻസസും ഉണ്ട്. സോ അതുകൊണ്ട് ഈസിലി ഒരു ഗ്ലോബൽ ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. സൂരജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ബിഗ് ഡോഗ്സ് എന്ന ഈ വൈറലായ റാപ്പ് സോങ് എഴുതാൻ വെറും 20 മിനിറ്റ് എടുത്തുള്ളൂ എന്ന്. പിന്നെ അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു, ലൈക്ക് മൈനർ ട്വീക്കിങ്സ്. ഏതായാലും റാപ്പ് സോങ് കൊളുത്തി, ഇത് വൺ ഹിറ്റായി. ആളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പോയി ഈ വീഡിയോ. ഇപ്പോൾ ഹനുമാൻ കൈൻഡ് എന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ആളുടെ പോപ്പുലാരിറ്റി. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് കാണാം. ആ വീഡിയോൻ്റെ കടയിലുള്ള കമൻറ്റ് സെക്ഷനിൽ പോയാൽ തന്നെ മനസ്സിലാവും ആളുടെ പോപ്പുലാരിറ്റി. ആൾക്കാർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ആളെ. ഹീസ് ഡെഫിനറ്റ്ലി ദ മോസ്റ്റ് പോപ്പുലർ റാപ്പർ എബ്രോഡ്. നിസ്സംശയം പറയാം, ഹനുമാൻ കൈൻഡ് ഉണ്ടാക്കിയ ഓളം ഇന്ത്യയിലത്തെ ഒരു റാപ്പറിനും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആളിനിയും ഉയരങ്ങൾക്ക് എത്തട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ബിപിൻ സൈനിങ് ഓഫ്. ബി ഇൻഫോംഡ്.